രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഈ പീഡന പരാതി ഉയർന്ന ആദ്യഘട്ടം മുതൽ സമരരംഗത്തുള്ളയാളാണ് ബി.ജെ.പിയുടെ ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവൻ. ഇന്നിപ്പോൾ രാഹുലിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമായിട്ടുള്ള ഒരു ദിവസമാണ്. ബി.ജെ.പി എന്താണ് ഇന്ന് പ്രതീക്ഷിക്കുന്നത്? രാഹുലിനെ മുൻകൂർ ജാമ്യം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. രാഹുലിനെ പിടികൂടുമെന്ന് ബി.ജെ.പി കരുതുന്നുണ്ടോ? അല്ല, രാഹുലിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമായിട്ടുള്ള ദിവസം ഇന്നല്ല. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് രാഹുലിനും കോൺഗ്രസ് പാർട്ടിക്കും വളരെ നിർണായകമായ ദിവസങ്ങളുണ്ടായിരുന്നു. അതായത് ഇത്തരത്തിലൊരു വിഷയം ഉയർന്നു വന്ന ആദ്യഘട്ടത്തിൽ തന്നെ കോൺഗ്രസ് പാർട്ടി എടുത്ത സമീപനം എന്താ വെച്ചാൽ, ഇദ്ദേഹത്തെ കോൺഗ്രസ് ഓഫീസിനകത്ത് കയറ്റാൻ കൊള്ളില്ല, കോൺഗ്രസ് പാർട്ടിയിൽ കയറ്റാൻ കൊള്ളില്ല എന്നുള്ളതുകൊണ്ട് കോൺഗ്രസ് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കി. പക്ഷേ അതൊരു നാടകം മാത്രമായിരുന്നു. കോൺഗ്രസ് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കി എന്ന് പറയുന്ന അതേ സമയത്ത് ഇദ്ദേഹത്തെ പിന്തുണച്ചും ആനയിച്ചും പല പരിപാടികളിലും കൊണ്ടു നടന്നത് കോൺഗ്രസ് നേതൃത്വം തന്നെയായിരുന്നു. പാലക്കാട്ടെ കോൺഗ്രസിന്റെ നേതാക്കന്മാർ, UDFന്റെ പാലക്കാടിന് പുറത്തുള്ള നിരവധി നേതാക്കന്മാർ അവരുടെ വേദികളിൽ രാഹുലിനെ ആനയിച്ചു കൊണ്ടുപോയി സത്യത്തിൽ ഈ നാട്ടിലെ ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന സമീപനമായിരുന്നു സ്വീകരിച്ചിരുന്നത്. BJP തുടക്കം മുതൽ ഈ വിഷയത്തിൽ നിലപാട് പറഞ്ഞിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിന്റെ സ്ഥാനത്ത് നിന്ന് രാജിവെച്ച് ഒഴിയുന്നത് കൊണ്ട് മാത്രം ഈ പ്രശ്നങ്ങൾ അവസാനിക്കുന്നില്ല. അദ്ദേഹം കോൺഗ്രസിന് വേണ്ടാത്ത വിഴുപ്പിനെ ചുമക്കാനുള്ള സ്ഥലമല്ല പാലക്കാട് MLA സ്ഥാനം രാജിവെക്കണം. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുവാനായിട്ട് കേരളത്തിലെ പോലീസ് തയ്യാറാവണം. കാരണം ഇന്നത്തേക്ക് 8ാമത്തെ ദിവസമാണെന്ന്. ഈ 8 ദിവസമായിട്ട് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കുന്നു, അദ്ദേഹത്തിൻ്റെ ഫ്ളാറ്റുകളിൽ പരിശോധന നടത്തുന്നു, അദ്ദേഹം പോകാനിടയുള്ള സ്ഥലങ്ങളിൽ പരിശോധന, പക്ഷേ അദ്ദേഹത്തെ കണ്ടെത്താൻ മാത്രം സാധിക്കുന്നില്ല. ഇവിടെ കേരളത്തിലെ പോലീസിനെ കുറിച്ച് നെഗറ്റീവായിട്ട് ഞാനൊന്നും പറയുന്നില്ല. കാരണം എന്താ വെച്ചാൽ, കേരള പോലീസിൽ നിരവധിയായ ഉദ്യോഗസ്ഥന്മാർ, കഴിവുള്ള ഉദ്യോഗസ്ഥന്മാർ ധാരാളമുണ്ട്. പക്ഷേ ഈ കേരള പോലീസിനെ നിയന്ത്രിക്കുന്ന ആളുകൾ അവർക്ക് പൂർണ്ണമായ സ്വാതന്ത്ര്യം കൊടുക്കുന്നില്ലേ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം 8 ദിവസമായിട്ട് ഒരാളെ അറസ്റ്റ് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ ഇന്നാട്ടിലെ പെൺകുട്ടികൾ നാളെ എങ്ങനെയാണ് സധൈര്യം മുന്നോട്ട് വന്ന് പരാതിപ്പെടാനായിട്ട് തയ്യാറാവുക? ഒരു പുതിയ പെൺകുട്ടിയുടെ ഒരു പരാതി കൂടി, ഒരു കോൺഗ്രസ് സഹയാത്രിക കൂടിയാണ് അവര്. അതിൽ പറയുന്നത് ഷാഫി പറമ്പിലിനോട് കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ പറഞ്ഞിരുന്നു, ഷാഫി അറിയാതെ ഇരുന്നിട്ടില്ല എന്നുള്ളതാണ്. ഷാഫി പറമ്പിൽ ഇന്നലെ പറഞ്ഞത് താനുമായിട്ടുള്ള അടുപ്പം ഈ അന്വേഷണത്തെയോ അല്ലെങ്കിൽ രാഹുലിനെതിരെയുള്ള നടപടിയോ ബാധിക്കില്ല എന്നുമാണ്. ഷാഫിയുടെ ഇതിലെ പങ്കിനെ കുറിച്ച് എന്താണ് താങ്കൾ മനസ്സിലാക്കിയത്? അല്ല, ഇതിനകത്ത് ഇന്നലെ സാമൂഹ്യ മാധ്യമത്തിലൂടെയാണ് അവർ പ്രതികരിച്ചതെന്ന് തോന്നുന്നുണ്ട്. അവരുടെ പോസ്റ്റിനകത്ത് വളരെ കൃത്യമായിട്ട് തന്നെ അവർ പറയുന്നുണ്ട്, അന്നത്തെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായിരുന്ന ഷാഫി പറമ്പിലിനോട് ഞാൻ ഇതേക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. അന്ന് അതിനൊരു മറുപടി ഒന്നും ലഭിച്ചിട്ടില്ല. ഇതിനുശേഷം ഇത്തരത്തിൽ ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ പരാതികൾ ഉയർന്നു വന്ന സമയത്ത് ഞാൻ അന്നേ പറഞ്ഞില്ലേ എന്ന് ചോദിച്ച സമയത്ത് ഒരു സാഡ് സ്മൈലി മറുപടിയായിട്ട് ലഭിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ ഒരു സാഡ് സ്മൈലി അയക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഇവർക്കെല്ലാവർക്കും ഇതിനെക്കുറിച്ച് കൃത്യമായ ബോധ്യങ്ങളുണ്ട്, വിവരങ്ങളുണ്ട്. അത് ഹെഡ് മാഷനായാലും ശരി, സഹാധ്യാപകർക്കാണെങ്കിലും ശരി, കുട്ടികൾക്കാണെങ്കിലും ശരി, എല്ലാവർക്കും കൃത്യമായിട്ട് വിവരങ്ങളുണ്ട്. പക്ഷേ ഇതെല്ലാം മൂടി വെച്ചുകൊണ്ട് രാഹുലിനൊരു പരവതാനി ഒരുക്കുന്ന തിരക്കിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇതിനെക്കുറിച്ച് ഷാഫി യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായിരുന്ന സമയത്ത് പരാതിപ്പെട്ടു എന്നാണ് പറയുന്നത്. അതായത് പാലക്കാടിന്റെ MLA ആയിട്ട് ഷാഫി പറമ്പിൽ തുടരുന്ന സമയത്ത്, അതിനുശേഷമാണ് അദ്ദേഹം വടകരയിൽ മത്സരിക്കാനായിട്ട് പോയത്. അതിനുശേഷമാണ് ഇവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. അപ്പോൾ കോൺഗ്രസിന്റെ നേതൃത്വത്തിന് ഇതുപോലൊരു രാഹുൽ മാങ്കൂട്ടത്തിൽ പേവേട്ടാണ് എന്നുള്ളതിനെ സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങൾ മുന്നേ തന്നെ ലഭിച്ചിട്ടുണ്ട്. ലഭിച്ചിട്ടും അവർ നടപടിയെടുക്കാതെ പാലക്കാട്ടുകാരെ വഞ്ചിക്കുന്നതിന് വേണ്ടി, ഈ കേരളത്തിലെ സ്ത്രീജനങ്ങളെ ഉൾപ്പെടെ വഞ്ചിക്കുന്നതിന് വേണ്ടി രാഹുലിനെ ആദ്യം എന്ത് ചെയ്തു? യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനാക്കി. അതിനുശേഷം അദ്ദേഹത്തെ പാലക്കാട് MLA ആക്കി. ഇത്തരത്തിൽ നിരവധിയായ പരാതി കേൾക്കുന്ന ആളുകളെ, പരാതി ബാധിക്കപ്പെട്ട ആളുകൾ, അതായത് ഇതുപോലെ തെറ്റ് ചെയ്യുന്ന ആളുകളെ സംരക്ഷിക്കുന്ന സമീപനമാണ് കോൺഗ്രസ് സ്വീകരിച്ചിട്ടുള്ളത്. നേരത്തെ പല കോൺഗ്രസിന്റെ നേതാക്കന്മാരും പറയുകയുണ്ടായി, ഞങ്ങൾക്ക് പരാതിയില്ലായിരുന്നു, പരാതി ലഭിച്ചിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. കൃത്യമായി കോൺഗ്രസിന്റെ ഒരു സാധാരണ പ്രവർത്തകയല്ല, കോൺഗ്രസിന്റെ നേതാവാണ്, നിരവധി തെരഞ്ഞെടുപ്പുകളിലെ ക്യാമ്പയിനറാണ് ഇന്നലെ ഇത്തരത്തിലൊരു പ്രസ്താവനയുമായി വന്നിരിക്കുന്നത്. അവർ പറയുന്നത് വളരെ കൃത്യമായി തന്നെ പറയുന്നുണ്ട്. എവിടെയാണോ അറിയിക്കേണ്ടത്, യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഭാരവാഹിയായി ഇരിക്കുന്ന സമയത്താണ് അവർ സംസ്ഥാന അധ്യക്ഷനോട് ഇത് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് പോലും രാഹുലിനെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായും പാലക്കാട് നിയമസഭാ സ്ഥാനാർത്ഥിയായും എല്ലാം കോൺഗ്രസ് അവസരം നൽകിയിട്ടുണ്ടെങ്കിൽ ഇന്നാട്ടിലെ സ്ത്രീജനങ്ങളോട് കോൺഗ്രസ് എന്ത് മെസ്സേജാണ് കൊടുക്കാൻ ഉദ്ദേശിച്ചത്? ഷാഫി പറമ്പിലായിരിക്കുമോ അപ്പോൾ നേതൃത്വത്തെ ഒരുപക്ഷെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടാവുക, രാഹുലിന്റെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടും? അല്ല, ഇത്തരത്തിൽ ഷാഫിക്കാണ് പരാതി ലഭിച്ചത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പരാതി ലഭിച്ചിരുന്നുവെങ്കിൽ അന്ന് അതിനെക്കുറിച്ച് അന്വേഷണം നടത്താതെ
വർഷങ്ങൾക്ക് ശേഷം വന്ന് ഒരു സാഡ് ഇമോജി ഇട്ടതുകൊണ്ട് ഇതിനൊന്നും ഒരു പരിഹാരം ഉണ്ടാവുന്നില്ല. ഇദ്ദേഹത്തിന് പരാതി ലഭിച്ചിരുന്നുവെങ്കിൽ ഉടനടി അത് KPCC നേതൃത്വവുമായി ബന്ധപ്പെടേണ്ടതല്ലേ, അല്ലെങ്കിൽ പുള്ളി ഒരു ഇന്റേണലി ഒരു അന്വേഷണം നടത്തേണ്ടതല്ലേ? ഇതൊന്നും ചെയ്യാതെ വീണ്ടും ഇത്തരത്തിൽ ഒരു ആരോപണ വിധേയനായ ആളെ വീണ്ടും വീണ്ടും പ്രൊമോട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇവിടെ പെൺകുട്ടികൾക്ക്, സ്ത്രീജനങ്ങൾക്ക്, ഇന്നാട്ടിലെ ജനങ്ങൾക്ക് എന്ത് മെസ്സേജാണ് ഇതിലൂടെ നൽകാനായിട്ട് സാധിക്കുന്നത്? ഇത്തരത്തിൽ നിങ്ങൾ എന്ത് തെണ്ടിത്തരം ചെയ്താലും, എന്ത് തല്ലുകൊള്ളിത്തരം ചെയ്താലും നിങ്ങൾക്ക് കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വത്തിൽ സ്ഥാനമുണ്ട് എന്നുള്ളൊരു മെസ്സേജ് അല്ലേ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം പുറത്തു വരുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്നത്? അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ പശ്ചാത്തലം അറിഞ്ഞിട്ടും അത് മറച്ചു വെച്ചുകൊണ്ട് പാലക്കാട്ടുകാരോടുള്ള ഒരു വഞ്ചന കാണിക്കുകയായിരുന്നു UDF നേതൃത്വം, അല്ലെങ്കിൽ ഷാഫി പറമ്പിലും അദ്ദേഹത്തെ രാഹുലിനെ പിന്തുണയ്ക്കുന്ന മറ്റുള്ളവരും എന്നുള്ളതാണ് BJP ജില്ലാ അധ്യക്ഷൻ പറഞ്ഞു വെക്കുന്നത്. ജയൻ കല്യാശ്ശേരിക്കൊപ്പം നിഖിൽ പ്രമേഷ്, 24 പാലക്കാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.